ആ എടിയേ, മാത്യൂസിന്റെ മോളുടെ കല്യാണം അടുത്ത ഞായറാഴ്ച. നമ്മൾ കുടുംബസമേതം ചെല്ലാനാ പറഞ്ഞേക്കണത്. എല്ലാരും പോണം. അതിനിപ്പോ എന്നാ പൊക്കളയാം. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഒരു കല്യാണാലോചന. ആർക്ക്? നമ്മുടെ മോക്ക്. നമ്മുടെ നോക്കോ? ആ, തോമാച്ചനാ പറഞ്ഞത് ക്ലബിൽ ചെന്നപ്പോ. ആണോ? ഞാൻ പറഞ്ഞു അവള് കൊച്ചല്ലേ, അവക്കിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറി ഒരുവിധം. അതെന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? പെണ്ണ് പെരന്നറിഞ്ഞ് നിക്കുവാ. വലിയ ഓഫീസറാണ് പോലും, ഇലക്ട്രിസിറ്റി ബോർഡിൽ. ഞാൻ പറഞ്ഞു അത് ശരിയാവൂല എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു എന്നാ പിന്നെ ഒന്നും നോക്കണ്ട. ഓ, മലയാറ്റൂര് ഞാനൊരു പൊന്നും കുരിശ് നേർന്നത് വെറുതെ ആയില്ല എന്റെ കർത്താവേ. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? എന്താണെന്നറിയോ, നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. എനിക്കോ? എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. പെങ്കൊച്ചെ, ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥനാ, അതും ഇലക്ട്രിസിറ്റി ബോർഡിലെ വലിയ ഉദ്യോഗസ്ഥനാ. അമ്മയ്ക്ക് അറിയാൻ പാടില്ലേ ഞാനിപ്പോൾ IASന്റെ പ്രിലിമിനറി എക്സാം എഴുതിയിരിക്കുന്നത്. അത് എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാവണം. പിന്നെ അവളുടെ ഒരു പ്രിലിമിനറി ഏതാണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. നിനക്ക് എന്തോ അറിയണ്ടേ? കറണ്ട് ഒക്കെ ഫ്രീ ആയിരിക്കുന്നേ, AC ഒക്കെ ഇഷ്ടമാതിരി ഇടാം. സർക്കാർ അതിനൊന്നും പൈസ ചാർജ് ചെയ്യത്തില്ല. പിന്നെ നീ എന്തിനാ അവളെ ഇങ്ങനെ നിർബന്ധിക്കണത്? കൊച്ചിന്റെ ഇഷ്ടമാതിരി ചെയ്യട്ടെ. അവള് മിടുക്കിയായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അവൾക്ക് IAS കിട്ടിയാൽ നമുക്ക് എന്താ സന്തോഷം. നിങ്ങൾ എപ്പോഴും തന്റെ മോള് ഒറ്റ സെറ്റാ. എന്ത് കാര്യം പറഞ്ഞാലും അങ്ങനെയാ. ഞാൻ പറയണേന് ഇവിടെ ഒരു വിലയില്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുവപ്പാ. മമ്മിക്ക് IASന്റെ ഫുൾ ഫോം എങ്കിലും അറിയാമോ? മമ്മി ഒരു IAS തന്നെ, ഇന്ത്യൻ അടുക്കള സർവീസ് ആണെന്ന് മാത്രം. അറിയോ മമ്മിക്ക് IAS എന്താ ജോലി ചെയ്യണേന്ന്? ഓ, അതൊക്കെ എനിക്കറിയാം. ഈ ഏതാണ്ട് ഈ കളക്ടർ ഉദ്യോഗം അല്ലേ, അതൊക്കെ എനിക്കറിയാം. പിന്നെ അത്രയെങ്കിലും അറിയാലോ, ഭാഗ്യം. മമ്മി എന്തൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ കല്യാണം വേണ്ട. പെങ്കൊച്ചെ, നീ എന്താലോചിച്ചുകൊണ്ടിരിക്കുക? കല്യാണം കഴിക്കാത്ത ഇതുപോലായിരുന്നു ആ അയൽപക്കത്തെ ബിൻസി. അവൾക്ക് IPS കിട്ടിയേ അടങ്ങത്തുള്ളൂ. എത്ര നല്ല നല്ല ആലോചനകളാ. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, വക്കീലന്മാര്. അവൾക്ക് അതൊന്നും വേണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് എങ്ങനെയെങ്കിലും IPS എഴുതിയെടുക്കണം. എന്നിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സിലെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോവുക. എന്നിട്ട് പ്രായോജനം ഇപ്പൊ ഒരു ആലോചന നടക്കൊന്നുമില്ല. നിനക്കും അതുപോലെ ആവും. നല്ല പ്രായത്തിൽ കെട്ടിപ്പോയാൽ നിനക്ക് കൊള്ളാം. മമ്മി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എഴുതിയേക്കണ എക്സാമിന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. റിസൾട്ട് വരട്ടെ മമ്മി. നീ ഈ പറയുന്ന കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല എന്റെ മോളെ. അതുകൊണ്ട് നീ ഇപ്പൊ കെട്ടിപ്പോവാൻ നോക്ക്. ഓ, അടിക്ക് പിടിച്ചു. എന്റെ മമ്മി ഒരു കരിഞ്ഞ വേണം ചോറടി പിടിച്ചാ? ചോറടിക്ക് പിടിച്ചില്ല, പാത്രം ഒന്ന് ചെറുതായിട്ട് അടിക്ക് പിടിച്ചു. മാത്രമായിട്ട് അടിക്ക് പിടിച്ചോ? ഈ കപ്പുറത്ത് മമ്മി വറുത്താണോ? ഞാൻ വറുത്തതാ. നല്ല അല്ലേ? നല്ല. ഇത് ശർക്കരയിൽ വിളയിച്ചാലുണ്ടല്ലോ ഇതിലും നന്നാവും. നാളെ കുറച്ച് ഏത്തക്കായ വിളയിക്കണേ, അതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ തിന്നാലോ. ഏത്തക്ക ഒന്നും നല്ലത് കിട്ടാനില്ല കൊച്ചേ. ഞാൻ നോക്കട്ടെ, നല്ലത് കിട്ടുവാണെങ്കിൽ വറുത്ത് തരാം. ശരി. അമ്മയ്ക്ക് എൻ്റെ കൂടെ പഠിച്ചൊരു വിഷ്ണു ചേട്ടൻ ഓർമ്മയുണ്ടോ? എൻ്റെ കൂടെ സീനിയർ ആയിട്ട് പഠിച്ചത് സ്കൂളില്. ഏതാണ്ട് പോറ്റിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കൊച്ചല്ലേ? ആ ചേട്ടൻ തന്നെ. ആ ചേട്ടനും IASന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് നിന്റെ ചാട്ടം അങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കൊച്ചേ. അല്ല മമ്മി, എനിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കൂട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള കൂട്ട് വേണ്ട നമുക്ക്. അടുത്ത ദിവസം പോലെ ആ ഹിന്ദു ന്യൂസ് പേപ്പറും കൂടി ഒന്ന് ഇടാൻ പറഞ്ഞേ. ആ ന്യൂസ് പേപ്പറിലെ ചേട്ടൻ വരുമ്പോ. അതിനകത്തിനാ ഹിന്ദു? നമുക്ക് വല്ല ക്രിസ്ത്യാനി ന്യൂസ് പേപ്പർ ഇടാം, വല്ല ഇന്ത്യൻ എക്സ്പ്രസ്സോ മറ്റോ. അത് മതി. എൻ്റെ മമ്മി ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കണമെന്നുള്ളൂ. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഏതെങ്കിലും ഒന്ന് മമ്മി ഇടാൻ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞേക്കണേ നന്നായിട്ട് റീഡ് ചെയ്യണമെന്ന്. നോക്കാം. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. മമ്മി, ഈ പാട്ടിന്റെ പല്ലവി എന്താ ഓർമ്മയുണ്ടോ? പിന്നെ ഈ പാട്ട് തന്നെ ശരിയല്ല. ഒരു രാജാവും ഒരു റാണിയും. നിനക്ക് വല്ല പള്ളിപ്പാട്ടും പാടാൻ പാടില്ലേ? മമ്മിക്ക് എന്തു മമ്മി? മോളെ, നിനക്കൊരു കത്തുണ്ട്. കത്തോ? കഴിഞ്ഞ വർഷത്തെ പോലെ വല്ല ലൗചിക്കും ആയിരിക്കും. ഞാൻ നോക്കിക്കോളാം. വായിക്ക്. ഇത് അപ്പടി ഇംഗ്ലീഷ് ആണല്ലോ. മമ്മി വായിക്ക്. നീ തന്നെ വായിക്ക്. മമ്മി, ഞാൻ പ്രിലിമിനറി പാസ്സായി. പപ്പ, ഞാൻ പാസ്സായി. IASന്റെയോ? എന്റെ പൊന്നു മോളെ, എനിക്കറിയാൻ അല്ലെങ്കിൽ നീ ഇതൊക്കെ പാസ്സാവുമെന്ന്. മമ്മി എങ്ങനെയല്ല കുറച്ചു നേരം മുമ്പ് പറഞ്ഞ? നീ പാസ്സാവുമെന്ന് എനിക്ക് 100% അറിയായിരുന്നു. കൺഗ്രാജുലേഷൻ മോളെ, കീപ് ഇറ്റ് അപ്പ്. അതെ, നിങ്ങളുടെ കൺഗ്രാജുലേഷൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാ ഈ ആപ്പ് ഉപ്പ കല്യാണാലോചനയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്.
ഈ ഇലക്ട്രിസിറ്റി ഓഫീസറിന്റെ കല്യാണാലോചനയൊക്കെ. പക്ഷേ മമ്മിയല്ലേ പറഞ്ഞത് കറണ്ട് ഒക്കെ ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിട്ട് വിട്ടുന്നു കുറച്ചു നേരം മുമ്പ്. അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇതൊക്കെ പാസ്സായില്ലേ ഇനി. അപ്പൊ അതിന് വ്യത്യാസമൊക്കെ ഉണ്ട്. കളക്ടർ പെണ്ണിന് കളക്ടർ പയ്യൻ തന്നെ വേണം. എന്റെ മമ്മി ഇത് ഫസ്റ്റ് റൗണ്ടേ ആയിട്ടുള്ളൂ. ഇനി എത്രമാത്രം റൗണ്ട് അതിലൊന്നും കാര്യമില്ലെന്നേ. ഇതൊന്ന് പാസ്സായി കഴിഞ്ഞാൽ ഇനി എല്ലാം പാസ്സായതുപോലെ തന്നെ. നിനക്കായിരുന്നില്ലേ ഇലക്ട്രിസിറ്റി ഓഫീസറെ കൊണ്ട് തന്നെ കെട്ടിക്കിടന്ന് നിർബന്ധം? അന്നേരം ഞാൻ എത്ര പറഞ്ഞ വേണ്ട വേണ്ട നമ്മുടെ മൂക്കിപ്പ കല്യാണം വേണ്ടാന്ന്. എനിക്കോ? നിങ്ങളല്ലേ ഏതാണ്ട് തോമാച്ചനോ ആരാണ്ട് കൊണ്ടുവന്ന കല്യാണാലോചനയാന്ന് പറഞ്ഞത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ നമ്മുടെ അന്തസ്സിനൊത്തുള്ള കല്യാണാലോചന അല്ല ഇത്, അതൊന്നും വേണ്ടാന്ന്. എന്റെ മമ്മിക്ക് വല്ല രാഷ്ട്രീയത്തിലും പോയി ചേർന്നുകൂടാർന്നോ? നിന്ന നിപ്പിനല്ലേ കാല് മാറരുത്. പപ്പ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? നിന്ന നിപ്പിലും മലക്കം പറഞ്ഞു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ഇപ്പൊ ഞാൻ ആരായി?